السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദർസിൽ നമ്മൾ പഠിക്കുന്നത് അറബി വ്യാകരണമാണ്. അറബി വ്യാകരണത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അന്നഹ്വുൽ വാളിഹ് എന്ന കിതാബാണ്. അലി അൽ ജാരിം, മുസ്തഫ അമീൻ എന്നീ രണ്ട് പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥമാണ് അന്നഹ്വുൽ വാളിഹ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ അന്നഹ്വുൽ വാളിഹ് ദർസ് 1 ആണ്. ഇത് ആദ്യത്തെ പാഠം അൽ ജുംലത്തുൽ മുഫീദ ആണ്. അൽ ജുംലത്തുൽ മുഫീദത്തു നേരെ അർത്ഥം പറഞ്ഞാൽ ഫായിദ എന്ന് പറഞ്ഞ പ്രയോജനം എന്നാണ്. അഫാദ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. മുഫീദത്ത് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്രദമായത്, ഉപകാരപ്രദമായത് എന്നർത്ഥം. അപ്പോൾ അൽ ജുംലത്തുൽ മുഫീദത്തു എന്ന് പറഞ്ഞാൽ, ജുംലത്ത് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ്, വാക്യം എന്നാണ്. മുഫീദ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള, ഉപകാരപ്രദമായിട്ടുള്ള, ഒരു പ്രയോജനം ചെയ്യുന്ന, ഒരു ആശയം നൽകുന്ന വാക്യം എന്നർത്ഥം, സെൻറ്റൻസ് എന്നർത്ഥം. ആദ്യം കാണാം അൽ അംസിലത്തു എന്ന് കാണാം. അൽ അംസിലത്തു എന്നത് ഒരു ബഹുവചന രൂപമാണ്. മസലുൻ എന്ന് നമുക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ കാണാം. മസല് ഉദാഹരണം എന്നാണ് അർത്ഥം. മസലു. ഇപ്പോൾ അൽ അംസിലത്തു എന്നത്, അംസിലത്ത് എന്നത് മസല് എന്നതിൻ്റെ ജംഅ്, അതായത് ബഹുവചനം ആണ്. അൽ അംസിലത്തു എന്ന് പറയുമ്പോൾ അൽ എന്നും കൂടെ ചേർത്തിട്ട് അൽ അംസിലത്തു എന്ന് പറയും. ഉദാഹരണങ്ങൾ എന്നർത്ഥം. ആദ്യം തന്നെ കുറച്ച് ഉദാഹരണങ്ങളായിട്ട് ചില ജുംലകൾക്ക് ഉദാഹരണമായിട്ട് കുറച്ച് ജുംലകളാണ് തന്നിരിക്കുന്നത്. ഓരോ ജുംലയും വായിക്കാം. 1, അൽ ബുസ്താനു ജമീലുൻ. 2, അശംസു താലിഅത്തുൻ. 3, ശമ്മ അലിയുൻ വർദത്തൻ. 4, ഖത്തഫ മുഹമ്മദുൻ സഹ്റത്തൻ. 5, യഈഷു സമകു ഫിൽ മാഇ. 6, യക്സുറു നഖീലു ഫി മിസ്ര. 19/7/2016 രണ്ടാമത്തെ ഓഡിയ. 3 മിനിറ്റ് 1 സെക്കൻഡുള്ള ഒന്നാമത്തെ ഓഡിയ തൊട്ട് മുമ്പിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മസൽ, ഉദാഹരണത്തിൽ അൽ ബുസ്താനു ജമീലുൻ, അർത്ഥം പറഞ്ഞു പോകാം ആദ്യം. അൽ ബുസ്താനു അർത്ഥം എന്താണ്? പറഞ്ഞോളൂ. പൂന്തോട്ടം. ജമീലുൻ ഭംഗിയുള്ള ആണ്, സുന്ദരമാണ്. പൂന്തോട്ടം മനോഹരമാണ്, സുന്ദരമാണ് എന്നർത്ഥം. 2, അശംസു ത്വാലിഅത്തുൻ. അശംസു സൂര്യൻ, ത്വാലിഅത്തുൻ ഉദിക്കുന്നതാണ്, ഉദിക്കുന്നതാണ്. ഇസ്മു ഫായിലാണ്. ത്വലഅ എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നർത്ഥം. അതിൻ്റെ ഫായിലുൻ എന്ന വസിനിലുള്ള ഇസ്മു ഫായിലാണ് ത്വാലിഉൻ എന്നത്. അതിൻ്റെ മുസന്ന, അതായത് സ്ത്രീലിംഗ രൂപമാണ് ഇത്. മുഅന്നസ് രൂപമാണ് ഇത് ത്വാലിഅത്തുൻ എന്നത്. ഷംസ് എന്നത് സ്ത്രീലിംഗം മുഅന്നസായിട്ടും ബദർ ചന്ദ്രൻ എന്നത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതാണ് ബദറിനെ കുറിച്ച് പറയുന്നത് ത്വലഅൽ ബദറു എന്നാണ് പറയാം. ചന്ദ്രൻ ഉദിച്ചു, അമ്പിളി ഉദിച്ചു. ത്വലഅൽ ബദറു അലൈന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള ബൈത്ത് ഉണ്ടല്ലോ. അപ്പം അശംസു ത്വാലിഅത്തുൻ. 3, ഷമ്മ. ഷമ്മ എന്ന് പറഞ്ഞാൽ മണത്തു. അലിയുൻ, ആര് മണത്തു? അലിയു മണത്തു. വർദ്ധത്തൻ മഫ്ഊലാണ്. വർദ്ധത്തൻ എന്തിനാ മണത്തു? പൂവിനെ. വർദ്ധത്ത് പനിനിയർ, റോസ് എന്നൊക്കെ പറയും. 4, ഖത്തഫ അറുത്തു അല്ലെങ്കിൽ പറിച്ചെടുത്തു, പറിച്ചു. മുഹമ്മദുൻ മുഹമ്മദ് സഹ്റത്തൻ പുഷ്പത്തെ, പുഷ്പം. മുഹമ്മദ് പുഷ്പം പറിച്ചു. യഈഷു താമസിക്കുന്നു, ജീവിക്കുന്നു. അസ്സമകു മത്സ്യം. ഫിൽ മാഇ വെള്ളത്തിൽ. യക്സുറു അധികരിക്കുന്നു, വർദ്ധിക്കുന്നു, വർദ്ധിക്കുന്നുണ്ട്. അന്നഹീലു
ഈന്തപ്പഴം അല്ലെങ്കിൽ ഈന്തപ്പന എന്ന് പറയാം. ഫി മിസ്ര, മിസ്റിൽ ഈന്തപ്പനകൾ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നുണ്ട്. ഇനി അൽ ബഹ്സു എന്ന് കാണാം. ഈ അംസിലത്ത് ഉദാഹരണങ്ങളെക്കുറിച്ചുള്ള ഒരു ബഹസ് ആണ്. ബഹസ് എന്ന് പറഞ്ഞാൽ ഗവേഷണം, പരിശോധന എന്നൊക്കെ അർത്ഥമുണ്ട്. ബഹസ് ചെയ്യാറ്, കിതാബൊക്കെ ബഹസ് ചെയ്യാന്ന് പറയും. അപ്പോൾ ആദ്യമായി ഇത് വായിക്കാം. ഇദാ തഅമ്മൽന തർകീബൽ അവ്വല വജദ്നാഹു യതറക്കബു മിൻ കലിമതൈനി ഇഹ്ദാഹുമാ അൽ ബുസ്താനു വസ്സാനിയതു ജമീലുൻ. ഇദാ തഅമ്മൽന, നമ്മൾ വിചിന്തനം ചെയ്താൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ, അത്തർക്കീബൽ അവ്വല, ഇതിൽ 6 കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഒന്നാമത്തെ ഘടന, പദഘടന തർക്കീബ്. റക്കബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനാണ് റക്കബ എന്നാണ് കൂട്ടിച്ചേർത്തു എന്നുള്ളതിന്. ഇപ്പൊ പലതും കൂടി കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ റക്കബ, തർക്കീബ് എന്നത്. ഒന്നാമത്തെ പദഘടന നാം പരിശോധിച്ചാൽ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് നാം വിചിന്തനം ചെയ്താൽ, വജദിനാഹു നമുക്ക് കണ്ടെത്താം, യതറക്കബു മിൻ കലിമതൈനി, യതറക്കബു അത് കൂടിച്ചേർന്നുണ്ടാകുന്നു, ഈ ഒന്നാമത്തെ പദഘടന, മിൻ കലിമതൈനി 2 പദങ്ങളിൽ നിന്ന്, അൽ ബുസ്താനു എന്നുള്ള പദവും ജമീലു എന്ന പദവും. ഇഹ്ദാഹുമാ അവ രണ്ടിൽ ഒന്നാമത്തത് ഏതാണ്? അൽ ബുസ്താനു എന്നതാണ് പൂന്തോട്ടം. വസാനിയത്തു രണ്ടാമത്തേത് ജമീലുൻ എന്ന പദമാണ്. ഇങ്ങനെ 2 പദങ്ങൾ കാണാം അല്ലെ. അൽ ബുസ്താനു ജമീലു എന്ന് പറയുമ്പോൾ അൽ ബുസ്താനു ഒന്നാമത്തെ പദം, രണ്ടാമത്തെ കലിമത്ത് ജമീലുൻ എന്നതാണ് പദം. കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം. 19/7/2016 മൂന്നാമത്തെ ഓഡിയോ ക്ലിപ്പാണ്. فإذا أخذنا الكلمة الأولى وحدها وهي البستان لم نفهم إلا معنى مفردا لا يكفي للتخاطب. فإذا أخذنا നമ്മൾ എടുത്താൽ, എടുത്തു, അൽ കലിമത്തൽ ഊല ഒന്നാമത്തെ കലിമത്തിനെ, ഒന്നാമത്തെ പദത്തെ, വഹദഹ അതിനെ സ്വന്തം, അതിനെ ഒറ്റയ്ക്ക്, അൽ ബുസ്താനു ജമീലുൻ എന്നതിൽ അൽ ബുസ്താനു എന്നതിനെ മാത്രം നമ്മൾ പരിഗണിക്കുക എങ്കിൽ ലാ യക്ഫി അത് മതിയാവുകയില്ല, ലിത്തഹാത്തുബി ഒരു ആശയവിനിമയത്തിന്, ഒരു സംസാരത്തിന്. ഖത്തബ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്തു എന്നാണ്. അതിന് ഖുത്ബ അഭിസംബോധന, പ്രസംഗം നമ്മൾ അറിയാം, ഖുത്ബ അല്ലേ. ലം നഫ്ഹം നമുക്ക് മനസ്സിലാവുകയില്ല എന്ത്, ഇല്ലാ മഅനൻ ഒരു അർത്ഥമല്ലാതെ, മുഫ്രദൻ ഒറ്റക്കൊരു പദത്തിന്റെ അർത്ഥം എന്നതല്ലാതെ നമുക്കൊരു ആശയം കിട്ടില്ല. ലാ യക്ഫി അത് മതിയാവുകയില്ല, ലിത്തഹാത്തുബി ഒരു ആശയവിനിമയത്തിന്, ഒരു സംസാരത്തിന് മതിയാവൂല. അൽ ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. എന്ത് പൂന്തോട്ടം, എങ്ങനെ പൂന്തോട്ടം എന്നൊന്നുമില്ല. വക്കദാലിക ഇപ്രകാരം തന്നെ, അൽ ഹാലു അവസ്ഥ, ഇദാ അഖദ്നൽ കലിമത സാനിയത വഹദഹ വഹിയ ജമീലുൻ. ഇദാ അഖദ്ന നാം എടുത്താൽ അൽ കലിമത സാനിയത രണ്ടാമത്തെ പദം, അജമീലു എന്നുള്ള പദം എടുത്താൽ, വഹിയ അത് ജമീലു എന്നുള്ള പദം, ആ പദം എടുത്താലും ഇങ്ങനെ തന്നെ. വലാകിന്ന ഇദാ ദമംന ഇഹ്ദൽ കലിമതൈനി ഇലൽ ഉഖ്റാ അലൻ നഹ്വി അല്ലദീ ഫി തർകീബി വഖുൽനാ അൽ ബുസ്താൻ ജമീലുൻ ഫഹിംനാ മഅനൻ കാമില വസ്തഫദ്നാ ഫായിദതൻ താമ്മ. എന്താണ് വലാകിന്ന എന്നാൽ നമ്മൾ, പക്ഷേ നമ്മൾ, ഇദാ ദമംന ലമമ നറ ചേർത്തു എന്നാണ്, ലമമ ചേർത്തു, ഇദാ ദമംന നമ്മൾ ചേർത്താൽ, ഇഹ്ദൽ കലിമത്തൈനി ഈ 2 പദങ്ങളിലെ 2 കലിമത്തുകളിലെ ഒരു പദം, ഇലൽ ഉഖ്റ മറ്റേതിലേക്ക്, അതായത് അൽ ബുസ്താനുവിനെ ജമീലിലേക്ക് ചേർത്ത്, ജമീലിനെ അൽ ബുസ്താനിലേക്ക് ചേർത്തിട്ട് ഒരുമിച്ച് പറഞ്ഞാൽ, അലൻ നഹ്വി ഉദാഹരണത്തിലുള്ളതുപോലെ, അല്ലദീ ഫി തർകീബി ഈ പദഘടനയിലുള്ള ഇതുപോലെ, അൽ ബുസ്താനു ജമീലുൻ ഇങ്ങനെ ചേർത്ത് പറഞ്ഞാൽ, വഖുൽന അങ്ങനെ നമ്മൾ പറഞ്ഞാൽ, അൽ ബുസ്താനു ജമീലുൻ എന്ന് പറഞ്ഞാൽ, അൽ ബുസ്താനു ജമീലുൻ ഒറ്റക്കൊറ്റക്ക് പറയാതെ അൽ ബുസ്താനു ജമീലുൻ ഒരുമിച്ച് പറഞ്ഞാൽ, ഫഹിംന നമുക്ക് മനസ്സിലായി എന്ത്, മഅനൻ കാമില പൂർണ്ണമായ ഒരു ആശയം, ഒരു സാരം, ഒരർത്ഥം. വസ്തഫദ്ന നമുക്ക് പ്രയോജനപ്പെടും, ഫായിദതൻ താമ്മ പൂർണ്ണമായ ഒരു പ്രയോജനം, ഒരു ഫായിദ കിട്ടും. വഹിയ അത് എന്താണ് നമുക്ക് കിട്ടുന്ന ഫായിദ, നമുക്ക് കിട്ടുന്ന ഒരു ആശയം എന്താണ്? ഈ അൽ ബുസ്താൻ ജമീൽ എന്ന് പറയുമ്പോൾ ഇത്തിസ്വാഫുൽ ബുസ്താനി ബിൽ ജമാലി,
ഇത്തിസാഫു ഇത്തസഫ എന്ന് പറഞ്ഞ വിശേഷണം പറഞ്ഞു. ഇത്തിസാഫുൽ ബുസ്താനി ഗാർഡൻ പൂന്തോട്ടത്തെ വിശേഷണം പറയലാണ് ബിൽ ജമാലി ജമാലിയത്ത് കൊണ്ട്, ഭംഗി മനോഹാരിത എന്ന വിശേഷണം പൂന്തോട്ടത്തിന് കൊടുക്കുകയാണ്. അൽ ബുസ്താന് ജമീലുൻ എന്ന് പറയുമ്പോൾ അൽ ബുസ്താനും പൂന്തോട്ടമാകുന്നത് ജമീലുൻ മനോഹരമാണ്. കാരണം പൂന്തോട്ടം മനോഹരമാണ്. അൽ ബുസ്താനു എന്നുള്ളത് മുബത്തദ എന്ന് പറയും, അത് പിന്നെ പഠിക്കും ഇൻഷാ അല്ലാഹ്. ബുസ്താൻ ജമീലുൻ എന്നത് അതിൻ്റെ ഖബർ ആണ്, അതിനെക്കുറിച്ച് പറയാം. ഇനി വലിദാലിക ഇക്കാരണത്താൽ യുസമ്മ ഹാദ തർകീബു ജുംലതൻ മുഫീദതൻ, ഇക്കാരണത്താൽ യുസമ്മ പറയപ്പെടും ഹാദ തർകീബു ഈ പദഘടന പറയപ്പെടും ജുംലതൻ മുഫീദതൻ ഒരു ജുംലത്തുൻ മുഫീദ എന്ന് പറയാം ഇതിനെ. വകുല്ലു വാഹിദത്തിൻ മിനൽ കലിമതൈനി തുഅദ്ദു ജുസ്അൻ മിൻ ഹാദിഹിൽ ജുംലതി വകുല്ലു വാഹിദത്തിൻ മിനൽ കലിമതൈനി ഈ രണ്ട് പദങ്ങളിലുള്ള ഓരോന്നും, രണ്ട് പദങ്ങൾ കലിമത്തുകളിൽ നിന്നുള്ള ഓരോന്നും, അതായത് അൽ ബുസ്താനും ജമീലുൻ, ഇങ്ങനെ തുഅദ്ദു അത് പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ എണ്ണപ്പെടും ജുസ്അൻ ഒരു ജുസ് ഒരു പാർട്ട് ആയിട്ട്, ഒരു ഭാഗമായിട്ട്, മിൻ ഹാദിഹിൽ ജുംലത്തി ഈ ജുംലയിൽ നിന്നുള്ള ഓരോ പാർട്ടാണ്. അൽ ബുസ്താൻ എന്നുള്ള ഒരു ജുസ് ആണ്, ജമീൽ എന്നുള്ള മറ്റൊരു ജുസ് ആണ്. അങ്ങനെ രണ്ട് ജുസ് ചേർന്നതാണ് ഈ ജുംല. അൽ ബുസ്താൻ ജമീലുൻ എന്ന ജുംല എന്ന് നമ്മൾ പറയും. ജുസ് എന്ന് പറഞ്ഞാൽ പാർട്ട്, ഭാഗം എന്നാണ്. നമുക്കറിയാം ഖുർആൻ, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് അങ്ങനെ 30 ജുസ് നമ്മൾ 30 ജുസ് ആയിട്ട് വെച്ചിരിക്കുന്നു. വഹകദാ യുഖാലു ഫിൽ അംസലത്തിൽ ബാഖിയത്തി, വഹകദാ ഇപ്രകാരമാണ് യുഖാലു പറയപ്പെടുന്നത്, ഫിൽ അംസലത്തിൽ ബാഖിയത്തി ബാക്കിയുള്ള ഉദാഹരണങ്ങളിൽ. ബാഖിയത്ത് എന്നുള്ളത് അറബി വാക്കാണ്, അതിൽ നിന്നാണ് മലയാളത്തിൽ ബാക്കി എന്ന പ്രയോഗം വന്നത്. ബാലൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അല്ലേ, അവശേഷിക്കുന്നതെന്ന് മലയാളത്തിൽ പറയാം. ബാക്കി എന്നാണ്, ഖാഫാണ്. ബാഖിയത്ത് ബാക്കിയുള്ള, അവശേഷിക്കുന്ന എന്നർത്ഥം. ഇനി 19/7/2016 4ാമത്തെ ഓഡിയോ ക്ലിപ്പ്. വബിഹാദാ നറാ അന്നൽ കലിമത വഹദഹാ ലാ തക്ഫി ഫി തഖാതുബി. വബിഹാദാ ഇക്കാരണത്താൽ നറാ നമുക്ക് കാണാം അന്നൽ കലിമത നിശ്ചയം കലിമത്ത് പദം വഹദഹ അതൊറ്റക്ക്, ലാ തക്ഫി അത് മതിയാവുകയില്ല, ഫി തഖാതുബി ആശയവിനിമയത്തിന് അല്ലെങ്കിൽ സംസാരത്തിന്. വഅന്നഹു ലാ ബുദ്ദ മിൻ കലിമതൈനി ഫഅക്സറ ഹത്താ യസ്തഫീദുൽ ഇൻസാനു ഫായിദതൻ താമതൻ. വഅന്നഹു നിശ്ചയം കാര്യം, ലാ ബുദ്ദ അത്യാവശ്യമാണ്, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം അല്ലേ, ലാ ബുദ്ദ എന്ന് പറഞ്ഞാൽ കൂടാതെ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് എന്നർത്ഥം. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ എന്ന് പറയാം, അത്യാവശ്യമാണ്. മിൻ കലിമത്തൈനി രണ്ട് പദങ്ങൾ, ഒരു ജുംല വരണമെങ്കിൽ എന്ത് വേണം, ഒരു സെന്റൻസ് ഒരു വാക്യം വേണമെങ്കിൽ 2 കലിമത്ത് വേണം. അപ്പോൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ, 2ഓ അതിലധികമോ കലിമത്തുകൾ പദങ്ങൾ വേണം. ഹത്താ യസ്തഫീദുൽ ഇൻസാനു മനുഷ്യന് വ്യക്തിക്ക് ഇസ്തിഫാദ് അതായത് പ്രയോജനം ചെയ്യത്തക്ക വിധം, ഫായിദത്തൻ താമ പൂർണ്ണമായ ഒരു പ്രയോജനം, ഒരാശയം കിട്ടാൻ. അമ്മാനഹു അപ്പോൾ ഇതുപോലത്തത്, ഇതുപോലെ ഖും ഇജ്ലിസ് തകല്ലം മിമ്മാ ളാഹിറുഹു അന്നഹു കലിമത്തുൻ വാഹിദത്തുൻ കാഫിയത്തുൻ ഫി തഖാതുബി ഫലൈസ ഫിൽ ഹഖീഖത്തി ബികലിമത്തിൻ വാഹിദത്തിൻ വഇന്നമാ ഹുവ ജുംലത്തുൻ മുറക്കബത്തുൻ മിൻ കലിമത്തൈനി ഇഹ്ദാഹുമാ മൽഫൂദത്തുൻ വഹിയ ഖും മസലൻ والأخرى غير ملفوظة وهي أنت التي يفهمها السامع من الكلام وإن لم ينطق بها. ഇനി ഇപ്പോൾ നമ്മൾ ചില ഉദാഹരണങ്ങൾ ഖും എന്ന് പറയുന്നത് പോലെ, ഖും എന്ന് പറഞ്ഞാൽ നീ നിൽക്കൂ എന്നർത്ഥം, ഇജ്ലിസ് നീ ഇരിക്കൂ, തകല്ലം നീ പറയൂ, നീ സംസാരിക്കൂ, ഇതുപോലുള്ള വാക്കുകൾ. ഫലാഹിറു മിമ്മാ ലാഹിറു അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ളത്, അന്നഹു അതിൽ നിന്ന് പ്രത്യക്ഷത്തിലുള്ള അന്നഹു നിശ്ചയം അത് കലിമത്തുൻ വാഹിദത്തുൻ ഒറ്റ കലിമത്താണ്, കാഫിയത്തം ഫി തഖാതുബി സംസാരത്തിന് മതിയാകുന്ന. അപ്പൊ നമുക്കിങ്ങനെ തോന്നും എന്ത്, നമുക്ക് നോട്ടത്തിൽ ഖും എന്ന് പറയുമ്പോൾ ഒറ്റ കലിമത്തല്ല, ഇപ്പൊ 2 കലിമത്ത് ചുരുങ്ങിയത് വേണമെന്നല്ല പറഞ്ഞ് ഒരു ജുംലക്ക്. പക്ഷേ ഇത് ഖും എന്ന് പറയുമ്പോൾ ഒറ്റ വാക്യാണല്ലോ, പക്ഷെ അതൊരു ആശയമാണ്, അത് ഒരു പൂർണ്ണമായ ആശയം കിട്ടുന്നുണ്ട്. നീ നിൽക്കൂ എന്ന് പറയുമ്പോൾ ആരാണ് നിൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ട ആളെന്ന് പറയുന്നുണ്ട്. നീ നിൽക്കൂ, നീ സംസാരിക്കൂ, ഇത് ഹബ് നീ പോകൂ, ഇതിന് നീ ഇരിക്കൂ, നീ നിൽക്കൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ പ്രത്യക്ഷത്തിൽ ലാഹിറായിട്ട് നമുക്ക് സംസാരത്തിന് ഉതകുന്ന ഒരു പൂർണ്ണ ആശയമുള്ള ഒറ്റ വാക്കാണ്, ഒറ്റ പദം, ഒറ്റ കലിമത്താണ് ഇത് എന്ന് തോന്നാം. പക്ഷേ ഫലൈസ ഫിൽ ഹഖീഖത്തി പക്ഷേ യഥാർത്ഥത്തിൽ അല്ല.
ഹഖീഖത്തിൽ യഥാർത്ഥത്തിൽ അല്ല അത് എന്ത് ബി കലിമത്തിൻ വാഹിദ ലൈസ ബി കലിമത്തിൻ വാഹിദ അത് ഒറ്റ പദം ഒറ്റ കലിമത്ത് അല്ല. വ ഇന്നമാ ഹുവ നിശ്ചയം അത് ജുംലത്തുൻ ഒരു ജുംലയാണ് മുറക്കബത്തും മിൻ കലിമത്തൈനി രണ്ട് പദങ്ങളിൽ നിന്ന് നിഷ്പന്നമായ രണ്ട് പദങ്ങളിൽ നിന്ന് രൂപം കൊണ്ട രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു ജുംല ആണ് ഏത് ഖും എന്ന ജുംല. ഇജ്ലിസ് എന്നത് തകല്ലം എന്നത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു കലിമത്തായി തോന്നും. അതെന്താണ് എങ്ങനെ ഇഹ്ദാഹുമ ആ രണ്ട് പദങ്ങളിൽ ഒന്ന് എന്നത് മൽഫൂദത്തുൻ ഉച്ചരിക്കപ്പെടുന്നതാണ്. ഖും എന്നത് ഉച്ചരിക്കുന്നുണ്ട്, ഇജ്ലിസ് എന്നത് പറയുന്നുണ്ട് അല്ലേ. തകല്ലം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ. വഹി അത് ഖും ഉദാഹരണം പറഞ്ഞ ഖും എന്നതാണ്. മസല ഉദാഹരണമായിട്ട് വൽ ഉഖ്റ മറ്റേത് ഏത് മൽഫൂദത്ത് അല്ലാത്തൊരു പദം അതിനകത്തുണ്ട്. ഗൈറു മൽഫൂദത്തിൻ രണ്ട് പദങ്ങളിൽ ഒന്ന് മൽഫൂദത്ത് ലഫ്ള് ഉച്ചരിക്കാനാണ് ലഫ്ള്. അപ്പോൾ ഉച്ചരിക്കുന്ന പദത്തിനാണ് ലഫ്ള് എന്ന് പറയാം. ഇവിടെ മൽഫൂദത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കപ്പെടുന്ന പദമാണ് ഒന്ന് ഖും എന്നതിലെ ഖും എന്ന പദം. ഇനി ഗൈറു മൽഫൂദത്ത് ഉച്ചരിക്കപ്പെടാത്തൊരു പദം അതിനകത്തുണ്ട്, അതിൻ്റെ അകത്തുണ്ട്, അന്തർലീനമായിട്ടുണ്ട്. വഹി അത് അന്ത എന്ന പദമാണ്. ഖും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അന്തയുണ്ട്, നീ എന്ന ഒരാശയം ഒരു ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ലമീർ മുത്തസിൽ എന്ന് പറയും, ചേർന്ന് കിടക്കുന്ന ലമീർ എന്ന് പറയും, അതിനകത്ത് കിടക്കുന്ന ലമീർ. അപ്പോൾ അവിടെ ഗൈർ മൽഫൂദത്താണ്, അവിടെ അന്ത നമ്മൾ ഉച്ചരിക്കുന്നില്ല, പക്ഷെ അന്ത എന്ന ആശയം ഉണ്ട്. അല്ലത്തി യഫ്ഹമുഹ സാമിഉ മിനൽ കലാം സംസാരത്തിൽ നിന്ന് കേൾവിക്കാരന് ഫഹ്മ് അത് മനസ്സിലാക്കാം. അത് യഫ്ഹമുഹ അതിനെ മനസ്സിലാക്കും. അത് സാമിഉ കേൾവിക്കാരൻ മിനൽ കലാം സംസാരത്തിൽ നിന്ന്. വ ഇല്ലം യുൻതഖ ബിഹ അതുകൊണ്ട് സംസാരിക്കപ്പെടുന്നില്ലെങ്കിലും ഉച്ചരിക്കപ്പെടുന്നില്ലെങ്കിലും നുതഖ് എന്ന് പറയുന്നത് സംസാരം എന്താണ് അൻതഖ കുല്ല ഷൈ എല്ലാത്തിനെയും സംസാരിപ്പിച്ചവൻ ആരാണ്? അല്ലാഹ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ സംസാരിക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കാം എന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഖായിദകൾ അൽ ഖവായിദു എന്ന് പറഞ്ഞാൽ ഖായിദകൾ, ഖായിദ എന്നതിൻ്റെ ജമ്മാണ് ഖവായിദ്. ഇതിൻ്റെ റൂൾസ് ആണ് എന്തൊക്കെയാണ്? 19/7/2016 അവസാനത്തെ 6ാമത്തെ ഓഡിയോ ക്ലിപ്പ്. 1 ഖവായിദ് അൽ ഖവായിദ് എന്ന് പറഞ്ഞാൽ ഖായിദകൾ. ഇതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 1 അത്തർക്കീബുല്ലദി യുഫീദു ഫായിദതൻ താമ്മതൻ യുസമ്മാ ജുംലതൻ മുഫീദതൻ വയുസമ്മാ അയ്ളൻ കലാമ. എന്താണ് അത്തർക്കീബ്? ഒരു പദഘടന കൂടിച്ചേരുന്ന തർക്കീബ്. അല്ലദി എങ്ങനെയുള്ള യുഫീദു പ്രയോജനം ചെയ്യുന്നു, ഫായിദതൻ താമ്മതൻ പൂർണ്ണമായൊരു പ്രയോജനം, പൂർണ്ണമായൊരു ആശയം കിട്ടുന്നു. എന്ത് എങ്കിൽ ആ തർക്കീബിനെ ആ പദഘടന എന്ത് പറയും? യുസമ്മ പറയപ്പെടും, ജുംലതൻ മുഫീദതൻ ജുംലത്ത് മുഫീദ എന്ന് പറയപ്പെടും. വയുസമ്മ പറയപ്പെടും, ഐളൻ ആൾസോ വീണ്ടും എന്ത് കലാമൻ എന്നും പറയപ്പെടും. കലാമ് എന്നും പറയും, ജുംലത്ത് മുഫീദ എന്നും പറയും. ഇതാണ് വാക്യം എന്നതിന് അറബി പറയാം. എന്ത് കലാം അല്ലെങ്കിൽ ജുംലത്ത് മുഫീദ. പൂർണ്ണമായ ഒരു ആശയം തോന്നിപ്പിക്കുന്ന ഒരു പദസമൂഹം, തർക്കീബ്, പദങ്ങളുടെ ഒരു തർക്കീബ് ആണ് എന്ത് ജുംലത്ത് മുഫീദ. ഇനി 2 അൽ ജുംലത്തുൽ മുഫീദത്തു ഖദ് തതറക്കബു മിൻ കലിമത്തൈനി വഖദ് തതറക്കബു മിൻ അക്സറ വകുല്ലു കലിമത്തിൻ ഫീഹാ തുഅദ്ദു ജുസ്അൻ മിൻഹാ. അൽ ജുംലത്തുൽ മുഫീദത്തു ജുംലത്തുൽ മുഫീദ എന്നത് ഖദ് തതറക്കബു അത് രൂപപ്പെടും, രൂപം കൊള്ളും, അല്ലെങ്കിൽ ചേർന്നുണ്ടാകും. എന്ത് കൂടി ചേർന്നുണ്ടാകും? മിൻ കലിമത്തൈനി രണ്ട് പദങ്ങൾ ചേർന്ന്. വഖദ് തതറക്കബു മിൻ അക്സറ രണ്ടിൽ കൂടുതൽ പദങ്ങൾ കൊണ്ടും എന്ത് ഒരു ജുംലത്തുൽ മുഫീദ ഉണ്ടാവാം. വകുല്ലു കലിമത്തിൻ ഫിഹാ അതിലെ ഓരോ കലിമത്തും തുഅദ്ദു പരിഗണിക്കപ്പെടും അല്ലെങ്കിൽ എണ്ണപ്പെടും ജുസ്അൻ മിൻഹാ അതിൻ്റെ ഒരു പാർട്ട് ഒരു ഭാഗം ആയിട്ട്.